നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിന്റെ പാസ്റ്റ് റിലേഷൻഷിപ്പ് ഓർത്തിട്ട് ഒബ്സസ്ഡ് ആയിട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ കേട്ടോളൂ. നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങൾ ഗുഡ് ഇനഫ് അല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യും നിങ്ങളുടെ ആ എക്സിനെ ഓർത്തിട്ട്. അതേപോലെ ഇതിന് പറയുന്നത് റെബേക്ക സിൻഡ്രോം അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ് ജെലസി എന്ന് പറയും. ഇതിന് കൂടുതലും ജെലസും ആൻഷ്യസും ആയിരിക്കും പാർട്ട്ണറിന്റെ പാസ്റ്റ് ഓർത്തിട്ട്. അത് മെന്റൽ ഹെൽത്തിനെയും ബാധിക്കും, റിലേഷൻഷിപ്പിനെ ബാധിക്കും. ഇതിൽ കൂടുതലും സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഓവർ തിങ്കിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കും പാർട്ട്ണറിന്റെ ലൈഫ് എക്സുമായിട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അതിൽ കൂടി ഇൻസെക്യൂരിറ്റി കമ്പയർ ചെയ്യും, സ്വന്തമായിട്ട് നമ്മുടെ വേർത്തിനെ ചോദ്യം ചെയ്യും. പിന്നെ സീക്കിംഗ് റീഅഷുറൻസ്, കോൺസ്റ്റന്റ്ലി മേ ബി നിങ്ങളുടെ പാർട്ട്ണറിനോട് ചോദിച്ചുകൊണ്ടിരിക്കും, നീ അവരുമായിട്ട് എങ്ങനെയായിരുന്നു, നിനക്ക് ഇപ്പോഴും അവരെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ, നീ അവരെക്കുറിച്ച് ഹാപ്പി ആയിരുന്നു. അതിൽ കൂടെ ആൻസൈറ്റിയും ഡിസ്ട്രക്റ്റും റിസെന്റ്മെന്റും എല്ലാം ഉണ്ടാവും. വൈ ഡസ് ഇറ്റ് ഹാപ്പൻ? ഇത് കാരണം കൂടുതലും നമ്മളിൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ലോ സെൽഫ് എസ്റ്റീം, ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഓർത്തിട്ടുള്ള ഒരു ഫിയർ ആയിരിക്കും, ഒരു ത്രെട്ടനായിരിക്കും. അതിൽ കൂടെയാണ് ഇത് ബിൽഡ് ആവുന്നത്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആദ്യം വേണ്ടത് നമ്മുടെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ചൂസ് ചെയ്തതാണ്, അതൊരിക്കലും ആ പാസ്റ്റ് നിങ്ങളുടെ പ്രസന്റിനെ ഡിഫൈൻ ചെയ്യില്ല. പിന്നെ കമ്മ്യൂണിക്കേറ്റ് ഹോണസ്റ്റ്ലി, നിങ്ങളുടെ ഫീലിങ്സും എല്ലാം ഷെയർ ചെയ്യുക, ബ്ലെയിമിങ് അക്യൂസിങ് ഒഴിവാക്കുക. പിന്നെ CBT പോലുള്ള തെറാപ്പി സെഷൻസ് ഒക്കെ വർക്ക് ആവും. പിന്നെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ദ പാസ്റ്റ് ഒരിക്കലും നമ്മുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കില്ല അൺലെസ് നമ്മൾ അനുവദിക്കാതെ. സോ ഫോക്കസ് എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് ട്രസ്റ്റും ലവും ബിൽഡ് ചെയ്ത് സ്ട്രോങ് ഒരു കണക്ഷനാണ് ബിൽഡ് ചെയ്യുന്നത്. പഴയ കാര്യങ്ങൾ പിന്നെയും പിന്നെയും ചെയ്യുന്നതിനെ കൂടെ നിങ്ങളാണ് കൂടുതൽ ട്രബിളിലേക്ക് പോവുകയും അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായി മാറാനും സാധ്യതയുണ്ട്.